ഇന്ന് നമുക്ക് റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്പഞ്ച് കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഫോർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് എടുക്കാം കേട്ടോ. അതിലൊന്നും ആവശ്യമില്ല, ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാനിത് സ്പൂൺ വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് 1 കപ്പും റവ ചേർത്ത് കൊടുക്കണം. ഇത് വറുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വലിയ തരിതരിയുള്ള റവയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ 1 കപ്പ് റവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നല്ല പോലെ ബട്ടറൊക്കെ അതിലൊന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ അളവിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മുടെ പാലിൻ്റെ അളവ് കൂടിയാൽ ഈ ഒരു കേക്ക് കട്ടിയായി പോവും. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാൽ ഒഴിച്ച് നോക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു റവ ഒന്ന് നല്ലൊന്ന് കുതിർന്ന് വരട്ടെ, എങ്കിലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ്. അല്പം ഓയിലൊന്ന് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബട്ടർ പേപ്പറിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ടിന് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ ഇവിടെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല കേട്ടോ, ഇത് കുതിർന്ന് വന്നപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കും. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ എന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മൈദയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല, നല്ല പോലെ തിക്കായിട്ടാണ് ഇതിൻ്റെ ഈ ബാറ്റർ ഇരിക്കുന്നത്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാൻ. ഇവിടെ 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഈ ഒരു കേക്ക് കട്ടിയായി പോവും. നേരത്തെ നമ്മൾ 1/4 കപ്പ് പാലായിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 2 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട്, ഇങ്ങനെയൊരു പാത്രം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ്. അത് ഇതുപോലെ കമഴ്ത്തി വെച്ചെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം കൈ പൊള്ളാതെ വെച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് 40 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം.
നമ്മുടെ കേക്ക് ഇവിടെ നല്ല ബേക്കായിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ നൈഫോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഇത് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈ പൊള്ളാതെ ഈ ഒരു പാത്രം ഇതിന്ന് എടുക്കാം. ചൂടാറിയതിന് ശേഷം ഈ ഒരു ടിന്നിൽ നിന്ന് നമുക്ക് ഈ ഒരു കേക്ക് എടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഈ ഒരു കേക്ക് ഉള്ളത്. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഒരു ചായൻ്റെ കൂടെയൊക്കെ ഒരു ടീ കേക്കായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിതിൽ കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു ഒറിജിനൽ സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്തെടുത്ത അതേപോലെയാണ് ഈ ഒരു കേക്കിനുള്ളത്. കേക്കിൽ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീം അപ്ലൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ബീറ്റ് ചെയ്ത ക്രീം കയ്യിലുള്ളത് കാരണം ഞാനിത് ഇട്ടുകൊടുക്കുന്നു മാത്രം. ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ മുകളിലായിട്ട് ഞാൻ ഹോം മെയ്ഡ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ്. മുട്ടയൊന്നും ഇല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും റവ വെച്ചിട്ട് ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുക. ഇനി ക്രീമിന് പകരം നമുക്ക് ചോക്ലേറ്റ് ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്നൊരു ബെല്ലും കൂടെ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.